അഡ്വാൻസ്ഡ് മെത്തേഡ് ആയിട്ട് നമുക്ക് പോസ് ആൻഡ് കേൾ ട്രെയിൻ ചെയ്യാം. ഇത് ബൈസെപ്സിന്റെ ടെൻഷൻ കൂട്ടും, അതുകൊണ്ട് തന്നെ നിങ്ങളുടെ പമ്പും വേറെ ലെവലായിരിക്കും. ഇനി ബൈസെപ്സിന്റെ പീക്ക് ഡെവലപ്പ് ചെയ്യാൻ നമുക്ക് വെയിറ്റഡ് കേൾസ് ട്രെയിൻ ചെയ്യാം. ഇതൊരു അടിപൊളി മെത്തേഡാണ്. ട്രൈ ചെയ്തിട്ട് റിസൾട്ട് എന്തുവാണെന്ന് കമന്റ് ബോക്സിൽ ടൈപ്പ് ചെയ്യാം. ഡംബൽ യൂസ് ചെയ്ത് ട്രെയിൻ ചെയ്യുമ്പോൾ നമുക്ക് ഒരു പരിധി വരെ മസിൽ ഇംബാലൻസ് ഒഴിവാക്കാം. ഇതാണ് ഡംബൽ യൂസ് ചെയ്ത് വർക്ക്ഔട്ട് ചെയ്യുമ്പോൾ ഏറ്റവും വലിയ ബെനിഫിറ്റ്. പോസ് ആൻഡ് കേൾ ടെക്നിക് എന്ന് പറയുന്നത് അട്ടേളി ഒരു വേസ്റ്റ് ആണ്. പുള്ളി പറയുന്നത് പോലെ മസിലിലെ ടെൻഷൻ കൂടി മസിൽ പമ്പ് കൂടും എന്ന് പറയുന്നുണ്ട്. ഈ മസിൽ പമ്പ് എന്ന് പറയുന്നത് ഹൈപ്പർട്രോഫി ആയിട്ട് യാതൊരു ബന്ധവുമില്ല. ഈ മസിൽ പമ്പ് എന്ന് പറയുന്നത് ഇറ്റ്സ് ജസ്റ്റ് ദ റിലീസ് ഓഫ് ലാക്റ്റിക് ആസിഡ് ഇൻ യുവർ മസിൽസ്. ആൻഡ് ഓൾസോ മസിലിലേക്കുള്ള ടെൻഷൻ കൂടുതലാണെന്ന് പറയുന്നു. ആക്ച്വലി ഇവിടെ സംഭവിക്കുന്നത് നമ്മളുടെ വർക്ക് ലോഡ് കുറയുകയാണ് ചെയ്യുന്നത്. അടുത്തത് പുള്ളി പറയുന്നത് വെയിറ്റേഴ്സ് കേൾ ആണ്. ഈ വെയിറ്റേഴ്സ് കേൾ എന്ന് പറയുന്നത് വളരെ ക്ലോസ് ആയിട്ടാണ് നമ്മളൊരു വെയിറ്റ് ഹോൾഡ് ചെയ്യുന്നത്. ദാറ്റ്സ് വെരി റിസ്കി ഫോർ യുവർ ജോയിന്റ്സ്. ഇവിടെ ക്യാരിങ് ആംഗിൾ എന്ന് പറയുന്ന ഒരു ടേം തന്നെയാണ് പുള്ളി അവോയ്ഡ് ചെയ്തിരിക്കുന്നത്. ഓരോ ഇൻഡിവിജ്വൽസിന്റെയും ക്യാരിങ് ആംഗിൾ എന്ന് പറയുന്നത് ഡിഫറന്റ് ആയിരിക്കും. ക്യാരിങ് ആംഗിൾ എങ്ങനെ നോക്കാമെന്ന് വെച്ചാൽ, നമ്മൾ നോർമലി ഒരു സ്റ്റാൻഡിംഗ് പൊസിഷനിൽ നിന്ന് നമ്മുടെ അനാട്ടമി പൊസിഷനിലേക്ക് നമ്മുടെ കൈ, നമ്മുടെ പാംസ് റൊട്ടേറ്റ് ചെയ്ത് നിൽക്കുമ്പോഴാണ് നമ്മളുടെ ക്യാരിങ് ആംഗിൾ നമുക്ക് മനസ്സിലാവുന്നത്. ചിലവർക്ക് ക്യാരിങ് ആംഗിൾ വളരെ ചെറുതായിരിക്കും, ചിലവർക്ക് ക്യാരിങ് ആംഗിൾ വൈഡ് ആയിരിക്കും. സോ ഈ ഒരു ക്യാരിങ് ആംഗിൾ അനുസരിച്ചാണ് നമ്മൾ നമ്മുടെ ബൈസെപ്സ് കേൾ പെർഫോം ചെയ്യുന്നത്. പിന്നെ പുള്ളി പറയുന്ന ഒരു കാര്യമാണ്, നമ്മൾ വെയിറ്റേഴ്സ് കേൾ ചെയ്യുമ്പോൾ ബൈസെപ്സിന്റെ പീക്ക് ഡെവലപ്പ് ചെയ്യാൻ ഹെൽപ്ഫുൾ ആണ് എന്നുള്ളത്. ബൈസെപ്സിന്റെ പീക്ക്, ഷേപ്പ് എന്നൊക്കെ പറയുന്നത് കംപ്ലീറ്റ്ലി ജെനറ്റിക്സ് ആണ്. പിന്നെ പുള്ളി പറയുന്നുണ്ട്, മെഷീൻസിന് പകരം ഡംബൽസ് യൂസ് ചെയ്ത് കഴിഞ്ഞാൽ മസിൽ ഇംബാലൻസ് കുറയുന്നു പറയുന്നത്. ഇറ്റ്സ് കംപ്ലീറ്റ്ലി റോങ്. ഒരു വർക്ക്ഔട്ട് ബൈലാറ്ററൽ ആയിട്ട് ചെയ്യുന്ന സമയത്ത് നമ്മൾക്ക് മസിൽ ഇംബാലൻസ് വരാൻ ചാൻസസ് കൂടുതലാണ്. ബട്ട് അറ്റ് ദ സെയിം ടൈം ഐസോലാറ്ററൽ ആൻഡ് യൂണിലാറ്ററൽ ട്രെയിനിങ് ചെയ്യുന്ന സമയത്ത് നമ്മൾക്ക് മസിൽ ഇംബാലൻസ് സോൾവ് ചെയ്യാൻ പറ്റും. അത് മെഷീൻസ് ആയാലും ഡംബൽസ് ആയാലും.